ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറേസ്, ടപ്പിൾസ്, ഒബ്ജക്ട് ടൈപ്സ് പിന്നെ ഈനംസ് നമ്മൾ നോക്കിയായിരുന്നു. ഇനി അടുത്ത നമ്മൾ പുതിയത് സെക്ഷൻ ആണ് നോക്കുന്നത്, അതായത് ടൈപ്പ് ഏലിയാസസ് ആൻഡ് ഇന്റർഫേസസ്. സോ ടൈപ്പ് ഏലിയാസസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഈ സ്ട്രിങ്, അതുപോലെ നമ്പർ, പിന്നെ ബൂളിയൻ, അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഒരു കസ്റ്റം നെയിം കൊടുത്തിട്ട് ആ കസ്റ്റം നെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിവിടെ ടൈപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടൈപ്പ് കഴിഞ്ഞിട്ട് കാർ ഇയർ. ഇപ്പൊ കാർ ഇയർ എന്ന് പറയുന്ന ഒരു കസ്റ്റം നെയിം ആണ്. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. അത് ഈക്വൽ ടു നമ്പർ. അതായത് ഈ കാർ ഇയർ എന്ന് പറയുന്ന കസ്റ്റം നെയിം, അതായത് ഈ വേരിയബിളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്പർ ആയിരിക്കും. അതുപോലെ ടൈപ്പ് എന്ന് പറയുന്ന കാർ ടൈപ്പ് ഈക്വൽ ടു സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാർ ടൈപ്പ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആയിരിക്കും. അടുത്ത കാർ മോഡൽ എന്ന് പറയുന്നത് അടുത്ത വേറൊരു ടൈപ്പ് ആണ്. അതും നമ്മൾ സ്ട്രിംഗ് ആയിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ് കാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇയർ നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ കാർ ഇയർ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതൊരു കസ്റ്റം നെയിം ആണ്. സോ ഈ കസ്റ്റം നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ആണോ കൊടുക്കുന്നത് ആ നെയിം വെച്ചിട്ട് നമുക്ക് വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞ കാർ ടൈപ്പ്, മോഡൽ എന്ന് പറഞ്ഞാൽ കാർ മോഡൽ. സോ ഇതൊക്കെ കസ്റ്റം നെയിംസ് ആണ്. സോ ഇതിനാണ് ഏലിയാസസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേരിയബിൾ, ഇവിടെ കണ്ടോ വേരിയബിൾ നമ്മളിവിടെ നമ്പറിന് പകരം നമ്മുടെ കസ്റ്റം നെയിം എടുത്തിട്ടായിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്. കാർ ഇയർ, അതുപോലെ കാർ ടൈപ്പ്, കാർ മോഡൽ. ഓക്കെ. സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർഫേസസ് ആണ്. ഇന്റർഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ നമ്മളുടെ എ പി ഐ റെസ്പോൺസിൽ വരുന്നത് ഒരു അറേ ലിസ്റ്റ് ആയിരിക്കും. ആ അറേസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ജേസൺ ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ. ആ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഇന്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ആ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ജേസന്റെ സ്ട്രക്ചർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഇന്റർഫേസ് എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ. ഓക്കെ. റെക്ടാങ്കിളിനകത്ത് വരുന്നത് ഹൈറ്റും വിഡ്ത്ത് ആണ്. സോ ഹൈറ്റ് എന്ന് പറയുന്ന നമ്പറും വിഡ്ത്ത് എന്ന് പറയുന്ന നമ്പറും. ഓക്കെ. സോ ഇവിടെ നമ്മൾ കോൺസ്റ്റ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മളിവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇന്റർഫേസ് ആണ്. ഓക്കെ. സോ ഈ ഇന്റർഫേസിനകത്ത് ഈ ഹൈറ്റും വിഡ്ത്തും മാൻഡറ്ററി ആണ്. ഓക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മാൻഡറ്ററി ആണ്. ഇത് ഓപ്ഷണൽ ഫീൽഡ് അല്ല. ഓക്കെ. ഓപ്ഷണൽ ഫീൽഡ് ആക്കണമെങ്കിൽ നമ്മളിവിടെ വിഡ്ത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പൊ വിഡ്ത്തിന് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ വിഡ്ത്തിന്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞിടുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡിങ് ഇന്റർഫേസസ്. എക്സ്റ്റെൻഡിങ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇന്റർഫേസ് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ വേറൊരു ഇന്റർഫേസിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇന്റർഫേസിനെ പിടിച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഇന്റർഫേസ് എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ കളേർഡ് റെക്ടാങ്കിൾ. ഓക്കെ. കളേർഡ് റെക്ടാങ്കിളിനകത്ത് നമുക്ക് ഹൈറ്റും വിഡ്ത്തും പിന്നെ കളർ വരും. പക്ഷെ ഓൾറെഡി നമുക്ക് ഇവിടെ ഈ റെക്ടാങ്കിളിനകത്ത് ഇവിടെ ഹൈറ്റും വിഡ്ത്തും ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ എക്സ്റ്റെൻസ് റെക്ടാങ്കിൾ, അതായത് നമ്മൾ ഫസ്റ്റ് ഇന്റർഫേസിനെ പിടിച്ച് സെക്കൻഡ് ഇന്റർഫേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. സോ ഈ എക്സ്റ്റെൻസ് റെക്ടാങ്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ റെക്ടാങ്കിളിനകത്ത് ഹൈറ്റും വിഡ്ത്തും വരാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കളറും വരും. ഓക്കെ. സോ കളർ റെക്ടാങ്കിളിനകത്ത് 3 ഫീൽഡാണ് വരുന്നത്. കാരണം റെക്ടാങ്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 3 ഫീൽഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇന്റർഫേസ് കളേർഡ് റെക്ടാങ്കിൾ മാത്രമാണെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് 3 പ്രോപ്പർട്ടീസ് കിട്ടും. സോ ഇവിടെ നമ്മൾ കോൺസ്റ്റ് കളേർഡ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ഇവിടെ കളർ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇന്റർഫേസ് നമ്മളിവിടെ 3 കൊടുക്കും, ഹൈറ്റും വിഡ്ത്തും കളർ. ഓക്കെ. സോ ഇതാണ് ഏലിയാസസ് ആൻഡ് ഇന്റർഫേസസ്. ഇനി അടുത്ത നമുക്ക് യൂണിയൻ ടൈപ്പ് നോക്കാം. യൂണിയൻ ടൈപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് വരാം. അതിനാണ് യൂണിയൻ ടൈപ്സ് എന്ന് പറയുന്നത്. ആ യൂണിയൻ ടൈപ്പ് ചിലപ്പോൾ സ്ട്രിങ് അല്ലെങ്കിൽ നമ്പർ വരാം. യൂണിയനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്. ഇവിടെ വലിയൊരു വെർട്ടിക്കൽ ലൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷനകത്ത് പ്രിന്റ് സ്റ്റാറ്റസ് കോഡിനകത്ത് കോഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനകത്ത് സ്ട്രിങ്ങും വരാം അല്ലെങ്കിൽ നമ്പറും വരാം. ഓക്കെ. സോ സ്ട്രിങ് അല്ലെങ്കിൽ നമ്പർ വന്നു കഴിഞ്ഞാൽ എറർ ഒന്നും അടിക്കത്തില്ല. അപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ ഒന്നും വരത്തില്ല.
ഇവിടെ കോഡ് സ്ട്രിങ് ഓർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 404 എന്ന് പറഞ്ഞ നമ്പറും കൊടുത്തിട്ടുണ്ട്, 404 എന്ന് പറയുന്നത് സ്ട്രിങ്ങും കൊടുത്തു. സോ സ്ട്രിങ്ങും വരാം, നമ്പറും വരാം. പിന്നെ യൂണിയൻ ടൈപ്പ് എറേഴ്സ് വരും. അത് എങ്ങനെ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രിങ്ങിന് പല മെത്തേഡ്സ് ഉണ്ട്, നമ്പറിനും പല മെത്തേഡുകളുണ്ട്. സോ ഇവിടെ സ്ട്രിങ് അല്ലെങ്കിൽ നമ്പർ ആണ് ഇവിടെ ഈ കോഡ് എന്ന് പറയുന്ന പാരാമീറ്റർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് അടിക്കുമ്പോൾ നമ്മൾ കോഡ് ഡോട്ട് ടു അപ്പർ കേസ്, ഓക്കെ, ടു അപ്പർ കേസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ ആക്ച്വലി ഇവിടെ എറർ അടിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടി ടു അപ്പർ കേസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ടൈപ്പ് സ്ട്രിങ് ഓർ നമ്പർ. കാരണം നമ്പറും വരാം അല്ലെങ്കിൽ സ്ട്രിങ്ങും വരാം. പക്ഷെ സ്ട്രിങ്ങിനെ നമ്മൾ ഇവിടെ ടു അപ്പർ കേസ് ആക്കിയാൽ ചിലപ്പോൾ ഇവിടെ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ എറർ അടിക്കും. സോ അതുകൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് നമുക്കിവിടെ ഇപ്പൊ സ്ട്രിങ് ഓർ നമ്പറിന്റെ കേസിലാണെങ്കിൽ നമുക്കിവിടെ സ്ട്രിങ്ങിന്റെ മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്പറിന്റെ മെത്തേഡ്സും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, അങ്ങനെ കുറെ സ്ട്രിങ്ങിന്റെ മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല യൂണിയൻ ടൈപ്പിന്റെ കേസിലാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. സോ ഫങ്ഷൻസ് നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റിന്റെ സെയിം സാധനമാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷനെ ചിലപ്പോൾ നമ്മൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. സോ ടൈപ്പ് സ്ക്രിപ്റ്റിലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഫംഗ്ഷൻസ്. ഇവിടെ ഗെറ്റ് ടൈം, ഓക്കെ, ഫംഗ്ഷൻ ഗെറ്റ് ടൈമിൽ നമുക്ക് ഫംഗ്ഷൻ നെയിമിനെ നമ്മൾ ഇവിടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇവിടെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എറർ ഇല്ല. എ ഫംഗ്ഷൻ ഹൂസ് ഡിക്ലെയർ ടൈപ്പ് ഈസ് നൈദർ അൺഡിഫൈൻഡ് വോയിഡ് ഓർ മസ്റ്റ് റിട്ടേൺ എ വാല്യൂ. ഓക്കെ, ഇപ്പൊ റിട്ടേൺ വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ റിട്ടേൺ ഇവിടെ സ്ട്രിങ് ആണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ റിട്ടേൺ അവിടെ എറർ, കാരണം ടൈപ്പ് സ്ട്രിങ് ഇസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് നമ്പർ. സോ ആക്ച്വലി നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഇവിടെ ടൈപ്പ് നമ്പർ ആണ്. സോ ഒരു നമ്പർ റിട്ടേൺ ടൈപ്പ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാസ്റ്റിംഗ് നമ്മൾ ആക്ച്വലി വലുതായിട്ടൊന്നും യൂസ് ചെയ്യത്തില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യുന്ന പറയുന്നത്, ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് അൺനോൺ. ഓക്കെ, ടൈപ്പ് ആക്ച്വലി അൺനോൺ ആണ്, ഏത് ടൈപ്പ് വേണമെങ്കിലും വരാം. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് മനസ്സിലാവും ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിള് വാല്യൂ എന്ത് ടൈപ്പ് ആണോ അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ സ്ട്രിങ് ആണ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സോ എക്സ് ആസ് സ്ട്രിങ് ഡോട്ട് ലെങ്ത് അടിച്ചു കഴിഞ്ഞാലും എറർ അടിക്കത്തില്ല. ഇവിടെ കാസ്റ്റിംഗ് ഡസൻറ്റ് ആക്ച്വലി ചേഞ്ച് ദ ടൈപ്പ് ഓഫ് ദ ഡേറ്റ. ഓക്കെ, കാസ്റ്റിംഗിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയുടെ ടൈപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ എക്സിന് അൺനോൺ ഈക്വൽ ടു 4. സോ ഇവിടെ ഇന്റിജർ 4 ആണ്. സോ എക്സ് എന്ന വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എക്സ് ആസ് സ്ട്രിങ് ഡോട്ട് ലെങ്ത് പറയുന്നത് എറർ ആയിരിക്കും. കാരണം പ്രിൻസ് അൺഡിഫൈൻഡ് സിൻസ് നമ്പേഴ്സ് ഡോണ്ട് ഹാവ് ലെങ്ത് ആണ്. നമ്പേഴ്സിന് ആക്ച്വലി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്ട്രിങ്ങിനൊക്കെ മാത്രം നമുക്ക് അത് ലെങ്ത് കണ്ടുപിടിക്കും. സോ എക്സ് ആസ് സ്ട്രിങ് ആക്കിയാൽ ഡോട്ട് ലെങ്ത് അടിച്ചാൽ വരത്തില്ല. പിന്നെ കാസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യാം. നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് കീവേഡിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് മുന്നേ നമ്മൾ ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാനിന്റെ അകത്ത് നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ടൈപ്പ് പറഞ്ഞു കൊടുത്താൽ ആസ് കീവേഡിന്റെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് വലുതായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല കാസ്റ്റിംഗിന്റെ കാര്യം. സോ കാസ്റ്റിംഗ് നിങ്ങളെ ഈ സൈറ്റിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത്. പിന്നെ ഉള്ളത് ക്ലാസ്സസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ക്ലാസ്സസ്. സോ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിടും. ഇവിടെ നെയിം എന്ന് പറയുന്ന സ്ട്രിങ്, ക്ലാസിന്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി കാണും നെയിം എന്ന് പറയുന്നത്, അത് സ്ട്രിങ് ആണ് ടൈപ്പ്. സോ ഇവിടെ കോൺസ്റ്റ് പേഴ്സൺ ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ, കാരണം ഇത് ക്ലാസ് ആണ്. സോ ഇവിടെ നമ്മൾ ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞ് ഇടും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, പേഴ്സൺ ഡോട്ട് നെയിം. ഓക്കെ, പേഴ്സൺ ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് ഒരു നെയിം പ്രോപ്പർട്ടി ഉണ്ട്, ഡോട്ട് നെയിം ഈക്വൽ ടു ജെയിൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്ലാസ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് മെമ്പേഴ്സ് വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പബ്ലിക് യൂസ് ചെയ്യാം, പ്രൈവറ്റ് യൂസ് ചെയ്യാം, പ്രൊട്ടക്റ്റഡ് യൂസ് ചെയ്യാം. സോ ഇതാണ് 3 മെയിൻ വിസിബിലിറ്റി മോഡിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് പേഴ്സണിനകത്ത് നമ്മൾ ഇവിടെ ക്ലാസ് നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ആണ്. ഇതിനകത്ത് നമ്മൾ പ്രൈവറ്റ് നെയിം, ഓക്കെ, നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മളിവിടെ പ്രൈവറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ പബ്ലിക് കൺസ്ട്രക്ടർ നെയിം എന്ന് പറയുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ദിസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിനാണ് ഉദ്ദേശിച്ചത്. ദിസ് അതിനകത്തുള്ള നെയിം, ഈ നെയിം എന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈക്വൽ ടു നെയിം. ഇതെന്ന് പറയുന്ന പാരാമീറ്ററിന്റെ നെയിമാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ പബ്ലിക് ഗെറ്റ് നെയിം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ദിസ് ഡോട്ട് നെയിം. ഓക്കെ, സോ ഇവിടെ കോൺസ്റ്റ് പേഴ്സൺ ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലാസ് ജെയിൻ എന്ന് പറഞ്ഞത് നമ്മൾ ക്ലാസ് ഇവിടെ പാസ് ചെയ്യും. ഇപ്പൊ പേഴ്സൺ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്നത് എറർ അടിക്കും. കാരണം എന്ന് പറഞ്ഞാല് ആക്ച്വലി ഈ പേഴ്സൺ ഡോട്ട് നെയിം, ഈ നെയിം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. സോ ഇത് നമുക്ക് ഔട്ട്സൈഡ്, അതായത് വെളിയിൽ ഇത് ആക്സസിബിൾ പറ്റത്തില്ല. പിന്നെ ഉള്ളത് പാരാമീറ്റർ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ റീഡ് ഓൺലി ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ഈ സൈറ്റിനകത്ത് നോക്കാം. ഓക്കെ, ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. പിന്നെ ഉള്ളത് ബേസിക് ജനറിക്സ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നില്ല വലുതായിട്ട്. പ്രോജക്റ്റില് വളരെ റെയർ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ടൈപ്സ്, പിന്നെയുള്ള കീ ഓഫ്, അതുപോലെ തന്നെ നള്ള്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ w3schools.com നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. ഇത് വളരെ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ സൈറ്റ് ആണ് W3 Schools. അല്ലാതെ നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഡോക്സിനകത്ത് സെർച്ച് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇവിടെ W3 Schoolsൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നള്ള് ആക്ച്വലി ഇതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വാല്യൂ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ ടൈപ്പ് ആണ്. സ്ട്രിങ്ങും വരാം, അൺഡിഫൈൻഡും വരാം, നള്ളും വരാം. ഓക്കെ, ഈ 3 കേസിൽ ഏതെങ്കിലും ഒന്ന് വരാം. നമ്മൾ ഇവിടെ നള്ളും അൺഡിഫൈൻഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ നള്ളായിരിക്കും ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നള്ളിന്റെ ടൈപ്പ് ആയിരിക്കും ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷണൽ ചെയിനിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ക്വിക്ക് ട്യൂട്ടോറിയൽ. സോ ഞാനിത് ഏറ്റവും ബേസിക്സ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇതിനകത്ത് ഒരുപാട് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ലൈക്ക് ക്ലാസ്സസ്, ഫങ്ഷൻസ്, യൂണിയൻ ടൈപ്സ്, ഇന്റർഫേസസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കാരണം നമ്മൾ ആംഗുലർ ഫ്രെയിം വർക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ബെനിഫിറ്റ് ആണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ അതിൽ കൂടുതലും നമ്മൾ ഈ ക്ലാസ്സസും അതുപോലെ ഫങ്ഷൻസ്, ഈനംസ്, ഇന്റർഫേസസ് ഒക്കെ വളരെ യൂസ് ചെയ്യുന്നുണ്ട്. API റെസ്പോൺസസ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ജേസന്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആക്ച്വലി ഒരു ഇന്റർഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം നമുക്ക് എറർ വരാതിരിക്കാൻ വേണ്ടി, അതായത് ജേസൺ റെസ്പോൺസ് വരുന്ന നമുക്ക് അതിനകത്തുള്ള ടൈപ്പ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ഇന്റർഫേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യും. അത് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ടൈപ്പ് സ്ക്രിപ്റ്റ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എന്തെങ്കിലും ടൈപ്പ് സ്ക്രിപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ എടുത്തിടാം. സോ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ. ഓക്കെ, സോ ബൈ.